ലോക തൊഴിലാളി ദിനം പണ്ട് കാലത്തെ ആളുകൾക്ക് അതൊരു പേടി സ്വപ്നമായിരുന്നു. പക്ഷെ ഇന്ന് അതൊരു സന്തോഷ ദിവസമാണ്. എനിക്ക് ലീവായത് കാരണം ഞാനും അനിയത്തിയും ഇന്ന് നേരത്തെ ഇറങ്ങി. പക്ഷെ രണ്ടാളും രണ്ട് സ്ഥലത്തേക്കാണ്. പുള്ളിക്കാരി പണിയെടുക്കുന്ന സ്ഥലത്തേക്കും ഞാൻ സിനിമ കാണുന്ന സ്ഥലത്തേക്കും. ഞാൻ നേരെ പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. അവിടെ ഇന്ന് ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്. ഹൈലൈറ്റ് മാളിൽ എത്തിയപ്പോൾ പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കടകളൊന്നും തുറന്നിട്ടില്ല. തിയേറ്റർ പിന്നെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് അത് മാത്രം വർക്കിംഗ് ആണ്. ഒടുവിൽ കൃത്യസമയത്ത് പടം തുടങ്ങി. പടം നമ്മുടെ മമ്മൂട്ടിയുടെ പാട്രിയോട്ട്. ഈ അടുത്ത് എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പടമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കയറുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു മമ്മൂട്ടി ചിത്രമല്ല. ഈ പറയുന്ന കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതിലെ ക്യാമിയോ കാരണം ഇതൊരു ലാലേട്ടൻ പടം വരയ്ക്കുന്നു. പക്ഷെ അതുമല്ല. ലാലേട്ടൻ സത്യത്തിൽ ഒരു ക്യാമിയോ മാത്രമാണ്, ഒരു വെറും എക്സ്റ്റെൻഡഡ് ക്യാമിയോ. ഇത് ശരിക്കും മഹേഷ് നാരായണന്റെ പടമാണ്. എങ്ങനെയാണ് ഒരു സിനിമയിൽ ആർട്ടിസ്റ്റിനെ മാറ്റിയിട്ട് ക്യാരക്ടർ കൊണ്ടുവരേണ്ടതെന്ന് ഈ പടത്തിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പടത്തിന്റെ ഒരു രീതി വിജയിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇതുപോലുള്ള ഐറ്റംസ് ഒരുപാട് വരും. പടത്തിന്റെ പേരാരും ഫോട്ടോ എടുക്കരുതെന്ന് സംവിധായകന് പ്രത്യേക നിർബന്ധമുള്ള പോലെയാണ് എനിക്ക് കാണുമ്പോൾ തോന്നിയത്. കാരണം ഒരിക്കൽ കാണിക്കുന്നത് പെട്ടെന്നാണ്, പിന്നീടാണെങ്കിൽ പടത്തിൽ പേര് കാണിക്കുന്നുമില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് മാസ്റ്റർ കാർഡിലേക്കാണ്. അവിടെ നിന്ന് എനിക്ക് മറ്റൊരു ഫോൺ ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൈലൈറ്റ് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് എനിക്ക് മറ്റൊരു കോൾ വരുന്നത്. മറ്റാരുടെ അല്ല, അനിയത്തിയുടെ ആയിരുന്നു. ഇന്ന് മേഡേ ആയത് കാരണം ഒരു ട്രയൽ എന്നോണമാണ് ക്ലാസ് നടന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വിളിച്ചതാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പിന്നെ വീട്ടിലേക്ക് പോയത്.